സ്റ്റുഡൻസ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പാത്ത് ലെങ്ത് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നതിനെ കുറിച്ചാണ്. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് ബൈ ആൻ ഓബ്ജക്റ്റ്, അതാണ് പാത്ത് ലെങ്ത്. ഒരു വസ്തു സഞ്ചരിച്ച ആകെ ദൂരം, അതാണ് പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണെന്നും ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് എന്നതിനെ കുറിച്ചാണ്. ഒരു വസ്തു മൂവ് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോഷനിലാണെന്ന് പറയാം. അതായത് when an object is in motion, its position changes with the time. ടൈമിനനുസരിച്ച് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോഷനിലാണെന്ന് പറയാം. ഇനി ഈ മോഷൻ എത്രത്തോളം ഫാസ്റ്റായിട്ടാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ റേറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. To understand how fast is the position of an object change with time and in what direction average velocity is introduced. അതായത് എത്ര ഫാസ്റ്റായിട്ടാണ് ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതെന്നും ഏത് ഡയറക്ഷനിലാണ് ആ വസ്തുവിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആവറേജ് വെലോസിറ്റി എന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹോമിൽ നിന്നും സ്കൂളിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹൗസ്, ഇത് നമ്മുടെ സ്കൂളാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്പീഡ് കുറച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ വെലോസിറ്റി 0 m/s ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞപ്പം 2 m/s ആയി. അപ്പോൾ വെലോസിറ്റി പെട്ടെന്ന് കൂടി വന്നു. ഇപ്പോൾ 5 m/s എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടയേർഡായപ്പോൾ വെലോസിറ്റി കുറഞ്ഞു 3 m/s വന്നു. പിന്നെ കുറച്ചുകൂടി കുറഞ്ഞു 2 m/s ആയി. പിന്നീട് നമ്മൾ കുറച്ച് എനർജിയൊക്കെ സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ വെലോസിറ്റി പിന്നീട് വീണ്ടും കൂട്ടി. ഇപ്പോൾ 6 m/s ആയി. പിന്നീട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി വീണ്ടും കുറച്ചു 4 m/s ആയി. അങ്ങനെ നമ്മൾ വ്യത്യസ്തമായ വെലോസിറ്റികളിലാണ് സഞ്ചരിച്ചത്. അപ്പോൾ നമ്മൾ ഹൗസിൽ നിന്നും സ്കൂളിലെത്താൻ നമ്മൾ സഞ്ചരിച്ച വെലോസിറ്റി എന്താണെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സഞ്ചരിച്ച മൊത്തത്തിലുള്ള ഒരു ആവറേജ് വാല്യൂ, ആ ആവറേജ് വാല്യൂവിനെയാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ വിവിധ വെലോസിറ്റികളുടെ ആവറേജ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മൾക്കുണ്ടായ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഹൗസിൽ നിന്നും സ്കൂളിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഹൗസ് ടു സ്കൂൾ, അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് അതിനെ നമ്മൾ ആ ടോട്ടൽ ടൈം ഇൻ്റർവൽ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യാനെടുത്ത ടോട്ടൽ ടൈം ഇൻ്റർവൽ, ഈ ടൈം ഇൻ്റർവൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ആവറേജ് വെലോസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ ഇൻ വിച്ച് ഡിസ്പ്ലേസ്മെന്റ് ഒക്കേഴ്സ്. അപ്പോൾ ആവറേജ് വെലോസിറ്റിയുടെ ഡെഫിനിഷൻ ഒരിക്കൽ കൂടി പറയാം. ആവറേജ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ displacement divided by the time interval in which the displacement occurs. അതായത് ഈ ഹൗസിൽ നിന്നും സ്കൂളിലേക്ക് എത്താൻ ഇതിനിടയ്ക്കുള്ള ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് നോക്കി, ഈ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യാൻ എടുത്ത ടൈം ഇന്റർവൽ എത്രയാണെന്ന് നോക്കി, അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വെലോസിറ്റി കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി
ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ആവറേജ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ രൂപീകരിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബോഡിയുടെ മോഷൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ബോഡി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ടൈമിൽ T1 ഈ ബോഡിയുടെ പൊസിഷൻ നോക്കിയപ്പോൾ x1 എന്ന പൊസിഷനിലായിരുന്നു ബോഡി. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് T2 എന്ന് പറയുന്ന ഒരു ടൈമിൽ നമ്മൾ ഈ ബോഡി ഒബ്സർവ് ചെയ്തപ്പോൾ ഇതിൻ്റെ പൊസിഷൻ x2 ആണെന്ന് സപ്പോസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി വി ബാർ, ആവറേജ് വെലോസിറ്റി എന്ന് സൂചിപ്പിക്കാനാണ് ഒരു ബാർ കൊടുത്തിരിക്കുന്നത്. വി ബാർ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻ, അതായത് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ സാധാരണ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? x2 മൈനസ് x1 എന്നാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത്. ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. ടൈം ഇന്റർവൽ എങ്ങനെ കണ്ടുപിടിക്കും? T2 മൈനസ് T1. അപ്പോൾ x2 മൈനസ് x1 എന്നുള്ളതിനെ നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് സൂചിപ്പിക്കാം. ചേഞ്ച് ഇൻ പൊസിഷൻ ഡെൽറ്റ എക്സ്. T2 മൈനസ് T1 എന്നുള്ളതിനെ ചേഞ്ച് ഇൻ ടൈം അല്ലെങ്കിൽ ടൈം ഇന്റർവൽ, അതിനെ ഡെൽറ്റ ടി എന്ന് സൂചിപ്പിക്കാം. അപ്പോൾ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ടൈം ഇന്റർവലിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ആണ് ആവറേജ് വെലോസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ആവറേജ് വെലോസിറ്റി എന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആവറേജ് വെലോസിറ്റി എന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി വെക്റ്റർ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കാനുള്ള വെക്റ്റർ നൊട്ടേഷൻസ് ഒന്നും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ യൂസ് ചെയ്യാറില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. പോസിറ്റീവ് സൈൻ പോസിറ്റീവ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റിനെയും നെഗറ്റീവ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റിനെയുമാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റിനെയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷനെയാണ്. ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെക്റ്റർ നൊട്ടേഷൻസ് ഒന്നും ഇവിടെ യൂസ് ചെയ്യാറില്ല. ഇനി അതിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് നമുക്കറിയാം. ഡിസ്പ്ലേസ്മെന്റിന്റെ L, ടൈമിന്റെ T⁻⁻1. അപ്പോൾ L T⁻⁻1 ആണ് ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ആവറേജ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ. നമ്മളിവിടെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് വരച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പൊസിഷനും എടുത്തുകൊണ്ട് ഒരു ഗ്രാഫ് വരച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഓരോ ടൈമിലും നോക്കി 0 ടൈമിൽ ഇതിൻ്റെ പൊസിഷൻ ഒറിജിനൽ തന്നെയായിരുന്നു, 0 തന്നെയാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് 5 സെക്കൻഡ് ആയപ്പോൾ ഇതിൻ്റെ പൊസിഷൻ 10 മീറ്റർ ഡിസ്റ്റൻസിലെത്തി. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോന്ന് നോക്കിയാൽ 7 സെക്കൻഡിൽ ഇതിൻ്റെ പൊസിഷൻ 30 മീറ്ററിലെത്തി. അപ്പോൾ അതുപോലെ ഓരോന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അതായത് നമുക്ക് പൊസിഷനും ടൈമും അടങ്ങിയ ഡേറ്റ നമ്മുടെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫുകൾ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ പൊസിഷൻ ടൈം ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ T = 5 സെക്കൻഡ് ടു T = 7 സെക്കൻഡ് എന്ന ടൈം ഇന്റർവൽ എടുക്കും. അതായത് 5 സെക്കൻഡിനും 7 സെക്കൻഡിനും ഇടയിലുള്ള ടൈം ഇന്റർവൽ എടുക്കുന്നു. T = 5 സെക്കൻഡിൽ ഈ ബോഡിയുടെ പൊസിഷൻ x1, ഇത് T1, ഇത് T2 എന്ന് എടുക്കുന്നു. x1 എന്ന് പറയുന്നത് 10 മീറ്ററിലായിരുന്നു. അതുപോലെ T2 = 7 സെക്കൻഡിൽ ഇതിൻ്റെ പൊസിഷൻ x2 എന്നത് 30 മീറ്ററിലാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബോഡി ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെൽ, അതായത് 5 സെക്കൻഡിനും 7 സെക്കൻഡിനും ഇടയിൽ ഇതിൻ്റെ പൊസിഷൻ ഉണ്ടായ ചേഞ്ച് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കങ്ങനെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. നമുക്ക് സാധാരണ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാലോ. ആവറേജ് വെലോസിറ്റി = x2 - x1 ഡിവൈഡഡ് ബൈ T2 - T1, അതായത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. x2 - x1 എന്ന് പറഞ്ഞാൽ 30 - 10 = 20.
divided by 7 minus 5. T2 minus T1 എന്ന് പറഞ്ഞാൽ 7 minus 5 2. അപ്പോൾ 10 ആണ്. 10 meter per second എന്ന് നമുക്ക് കിട്ടും. ഇനി ഇത് ഈ ഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് ആണ് ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഈ പോർഷൻ്റെ ഈ ചെറിയൊരു പോർഷൻ എടുക്കുന്നു, അതായത് t = 5 സെക്കൻഡും t = 7 സെക്കൻഡിനും ഇടയിലുള്ള പോർഷൻ എടുത്തിട്ട് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് എടുക്കുന്നു. ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിസിൽ എടുത്തിരിക്കുന്നത് പൊസിഷനാണ്. അപ്പോൾ പൊസിഷന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? x2 - x1 ആണ്. ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഇവിടെ പൊസിഷൻ ആയതുകൊണ്ട് x2 - x1 ആണ്. ഇനി ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് ഇവിടെ ടൈം ആണ് എടുത്തിരിക്കുന്നത് x ആക്സിസിൽ, അതുകൊണ്ട് ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? t2 - t1. അപ്പൊ x2 - x1 by t2 - t1 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആവറേജ് വെലോസിറ്റി ആണ്. ആവറേജ് വെലോസിറ്റി. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്താണ് തരുന്നത്? ആവറേജ് വെലോസിറ്റി തരും. സ്ലോപ്പ് ഓഫ് xt ഗ്രാഫ് അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ആവറേജ് വെലോസിറ്റി. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കേണ്ടതുള്ളത്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ആവറേജ് വെലോസിറ്റി. സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നറിയാലോ? ഒരു ഗ്രാഫിലെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് എന്ന ഫോർമുല ഉപയോഗിച്ച് ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആകാം എന്ന് പഠിച്ചതാണ്. അതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ ആണ്. അതുകൊണ്ട് ആവറേജ് വെലോസിറ്റിയും പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. അപ്പോൾ ആവറേജ് വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും. ഇനി ആവറേജ് വെലോസിറ്റി നെഗറ്റീവ് ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും. ഇനി ആവറേജ് വെലോസിറ്റി സീറോ ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് നോക്കുക. നമുക്കറിയാം ടൈം എത്ര മാറിയാലും പൊസിഷൻ അതേ പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും റെസ്റ്റിലുള്ള ബോഡി. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫും നോക്കി പഠിച്ചുകൊള്ളുക. ഈ 3 ഗ്രാഫുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആവറേജ് വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ ഡിപ്പെൻഡിങ് ഓൺ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം. ആവറേജ് വെലോസിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആവറേജ് വെലോസിറ്റി is defined as the displacement divided by time interval in which the displacement occurs. Average velocity is defined as the displacement divided by the time interval in which the displacement occurs. Its equation is v bar is equal to delta x by delta t. Delta x means x2 minus x1, delta t means t2 minus t1. And its unit is meter per second, and it is a vector quantity, and its direction is denoted by plus or minus sign. അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ദ ആവറേജ് വെലോസിറ്റി. ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുക. ഇനി ആവറേജ് വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ ഡിപ്പെൻഡിങ് ഓൺ ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ ഓരോ വെലോസിറ്റിയുടെ പോസിറ്റീവ് വെലോസിറ്റി, നെഗറ്റീവ് വെലോസിറ്റി, സീറോ വെലോസിറ്റിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഇത് നമ്മൾ ആവറേജ് വെലോസിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്.
അടുത്തതായിട്ട് നമുക്ക് ആവറേജ് സ്പീഡ് എന്താണെന്ന് നോക്കാം. ആവറേജ് വെലോസിറ്റി എന്നത് ഡിസ്പ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആവറേജ് സ്പീഡ് നമ്മുടെ ആക്ച്വൽ പാത്ത് ലെങ്തിൽ ഈ റേറ്റ് ഓഫ് മോഷൻ എത്രയാണ്, മോഷന്റെ റേറ്റ് എത്രയാണ്, എത്ര ഫാസ്റ്റിലാണ് ഈ മോഷൻ നടന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അതായത് ടു ഡിസ്ക്രൈബ് ദ റേറ്റ് ഓഫ് മോഷൻ ഓവർ ദ ആക്ച്വൽ പാത്ത് ലെങ്ത് ആവറേജ് സ്പീഡ് ഈസ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റുമായിട്ട് റിലേറ്റഡ് ആണ്. എന്നാൽ ആക്ച്വൽ പാത്ത് ലെങ്തിൽ ഡിസ്റ്റൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ടു ഡിസ്ക്രൈബ് ദ റേറ്റ് ഓഫ് മോഷൻ ഓവർ ദ ആക്ച്വൽ പാത്ത് ലെങ്ത് ആവറേജ് സ്പീഡ് ഈസ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ്. ഇനി ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ പാത്ത് ലെങ്തും ടോട്ടൽ ടൈം ഇന്റർവെലും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പൊ ടോട്ടൽ പാത്ത് ലെങ്തും ടോട്ടൽ ടൈം ഇന്റർവെലും തമ്മിലുള്ള റേഷ്യോ ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വസ്തു ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഈ പാത്തിലൂടെ ഒക്കെ സഞ്ചരിച്ച് ബിയിലെത്തി എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ ആക്ച്വൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞത് ഈ ദൂരമാണ്, ഇത്രയും ഡിസ്റ്റൻസ് ആണ് ആക്ച്വൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം ഇന്റർവൽ, അത് തമ്മിലുള്ള റേഷ്യോ ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആവറേജ് സ്പീഡ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവേഴ്സ്ഡ് ആൻഡ് ദ കറസ്പോണ്ടിങ് time interval. Average speed is the ratio of total path length traversed and the corresponding time interval. അപ്പോൾ ഇക്വേഷൻ ആയിട്ട് എഴുതാം. ആവറേജ് സ്പീഡ് is equal to total path length, total distance അല്ലെങ്കിൽ total path length divided by total time interval. ഇതിന്റെ യൂണിറ്റ് എന്താണ്? പാത്ത് ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഡയമെൻഷൻ L(T⁻⁻1) ആണ്. ആവറേജ് സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, അതൊരിക്കലും നെഗറ്റീവോ സീറോ ആവില്ല. ആവറേജ് സ്പീഡ് എപ്പോഴും എന്തേ ആവുള്ളൂ? പോസിറ്റീവേ ആവുള്ളൂ. ആവറേജ് സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. കാരണം നമുക്കറിയാം പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവാണ്. പാത്ത് ലെങ്ത് ഒരിക്കലും സീറോയോ നെഗറ്റീവോ ആവില്ല. പാത്ത് ലെങ്ത് നമ്മൾ എടുക്കുമ്പോൾ ഡയറക്ഷൻ മെൻഷൻ ചെയ്യാറില്ല. പാത്ത് ലെങ്ത് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. കാരണം ഇവിടെ ഡയറക്ഷനെ സൂചിപ്പിക്കാനാണ് നമ്മൾ നെഗറ്റീവ് സൈൻ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് പാത്ത് ലെങ്ത് എല്ലാം എപ്പോഴും പോസിറ്റീവാണ്. പാത്ത് ലെങ്ത് മോഷൻ ഉണ്ടെങ്കിൽ പാത്ത് ലെങ്ത് ഒരിക്കലും സീറോ ആവില്ല. അതുപോലെ തന്നെയാണ് ആവറേജ് സ്പീഡും. ആവറേജ് സ്പീഡ് എപ്പോഴും പോസിറ്റീവാണ്, അതൊരിക്കലും നെഗറ്റീവോ സീറോയോ ആവില്ല. അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെങ്കിൽ, മോഷൻ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെയാണ്, അതുപോലെ തന്നെ ഡയറക്ഷൻ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ, ഇപ്പൊ എ മുതൽ ബി വരെയാണ് ഒരു മോഷൻ നടന്നത്, ഇതിനിടയ്ക്ക് ഡയറക്ഷൻ ഒരിക്കൽ പോലും ചേഞ്ച് ചെയ്തില്ല, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ പാത്തുമായിരുന്നു. ഇങ്ങനെയുള്ള കേസുകളിൽ പാത്ത് ലെങ്തും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കും. ഈ സമയത്ത് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ എന്താണ് പറഞ്ഞത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ആണെങ്കിൽ, അതുപോലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ, ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി. ഇഫ് ദ മോഷൻ ഓഫ് an object is along a straight line and in the same direction, the magnitude of displacement is equal to total path length, then average velocity is equal to average speed എന്ന് പറയുന്നത്. അതുപോലെ സാധാരണ അല്ലാത്ത കേസുകളിൽ ആവറേജ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് വെലോസിറ്റി. അതുപോലെ തന്നെ ആവറേജ് സ്പീഡ് ഒരിക്കലും എന്താവില്ല? സീറോ ആവില്ല. ബട്ട് ആവറേജ് വെലോസിറ്റി ക്യാൻ ബി സീറോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ആവറേജ് സ്പീഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി. ആവറേജ് സ്പീഡ് കനോട്ട് ബി സീറോ, ബട്ട് ആവറേജ് വെലോസിറ്റി ക്യാൻ ബി സീറോ.
നമുക്ക് അടുത്തതായിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി എന്നീ കോൺസെപ്റ്റുകൾ ക്ലിയർ ആവാൻ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിലൂടെ കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. എ കാർ ഈസ് മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ സേ OP ഇൻ ഫിഗർ. ഒരു കാറ് സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. OP എന്ന് പറയുന്ന പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ആ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇറ്റ് മൂവ്സ് ഫ്രം O to P. O മുതൽ P വരെ മൂവ് ചെയ്യാൻ, Oയിൽ നിന്ന് Pയിലെത്താൻ അത് എത്ര സമയം എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 18 സെക്കൻഡ് എടുത്തു ഓയിൽ നിന്ന് Pയിലെത്താൻ. O ഇവിടെയാണ്, P ഇവിടെയാണ്. ഓയിൽ നിന്ന് Pയിലെത്താൻ എടുത്ത ടൈമാണ് 18 സെക്കൻഡ്. ആൻഡ് റിട്ടേൺസ് ഫ്രം P to Q. പിന്നീട് അത് Pയിൽ നിന്നും Qയിലേക്ക് തിരിച്ചു വരികയാണ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു, അത് ഓർക്കുക. ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. Pയിൽ നിന്നും Qയിലേക്കാണ് അത് സഞ്ചരിച്ചത്. അപ്പൊ P മുതൽ Q വരെ സഞ്ചരിക്കാൻ എടുത്ത ടൈം 6 സെക്കൻഡ് ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ആർ ദ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്? ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും കണ്ടുപിടിക്കണം. അതിൽ 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം O to P. O മുതൽ P വരെയുള്ള അതിന്റെ മോഷനില് ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി എന്നിവ കണ്ടുപിടിക്കുക. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫ്രം O to P ആൻഡ് ബാക്ക് ടു Q. O മുതൽ P വരെ സഞ്ചരിച്ചിട്ട് പിന്നീട് Pയിൽ നിന്ന് Qയിലെത്തി. അപ്പൊ ഇപ്പൊ Oയിൽ നിന്ന് Pയിലെത്തി, പിന്നെ Pയിൽ നിന്ന് Qയിലെത്തി. ആ മോഷൻ എന്ന് പറയുമ്പോൾ OP ിലെത്തി, പിന്നീട് Pയിൽ നിന്ന് Qയിലെത്തി. ആ മോഷനില. ഇതാണ് സെക്കൻഡ് കേസ്. ഈ മോഷനില് ഇതിന്റെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കുക. അപ്പൊ ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ A പാർട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യന്റെ A പാർട്ട്, അപ്പൊ Oയിൽ നിന്ന് Pയിലെത്താൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 18 സെക്കൻഡ് ആണ്. അതുപോലെ Pയിൽ നിന്ന് Qയിലെത്താൻ എടുത്ത ടൈം 6 സെക്കൻഡ് ആണ്. അതൊന്ന് ഓർത്തോണം. അപ്പൊ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് പാർട്ടില് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആവറേജ് വെലോസിറ്റിയാണ്. ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ എന്നാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ നോക്കി, O മുതൽ P വരെയുള്ള മോഷനില് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാവുന്നതാണ്. Oയിലെ പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. Pയിലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 360 ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 360 മൈനസ് 0, x2 മൈനസ് x1. ഇനി O മുതൽ P വരെ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം ഇന്റർവെല് ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് തന്നിട്ടുണ്ട്. 18 സെക്കൻഡ് എന്ന് പറഞ്ഞ് നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ 360 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 360 തന്നെയാണ്. ഡിവൈഡഡ് ബൈ 18 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ അത് പോസിറ്റീവ് തന്നെയാണ്. സൈൻ പോസിറ്റീവായിട്ട് തന്നെയല്ലേ കിട്ടിയത്. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ നിങ്ങൾ ഓർത്തൊന്ന് പറഞ്ഞേ. പാത്ത് ലെങ്ത്, ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. അപ്പൊ ഇവിടെ പാത്ത് ലെങ്ത് എത്രയാണ്? പാത്ത് ലെങ്ത് O മുതൽ P വരെയുള്ള ആകെ പാത്തിന്റെ നീളം 360 മീറ്റർ തന്നെയാണ്. അവിടെ 360 മീറ്റർ തന്നെയാണ്. ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. ടൈം ഇന്റർവൽ O മുതൽ P വരെ സഞ്ചരിക്കാൻ എടുത്ത സമയം 18 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം 360 ഡിവൈഡഡ് ബൈ 18 തന്നെയാണ്. അപ്പൊ അത് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇവിടെ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു
ആവറേജ് വെലോസിറ്റി. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഈ കേസിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ് കാറിന്റെ. അതുപോലെ ഒരു സമയത്തും കാറിന്റെ ഡയറക്ഷന് ചേഞ്ച് ഒന്നും വന്നില്ല. കാറ് സഞ്ചരിച്ചത് ഓയിൽ നിന്ന് പിയിലേക്ക്, അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് കാർ സഞ്ചരിച്ചത്. ഒരു സമയത്തും കാറിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുമില്ല, അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ നിന്ന് വയലേറ്റ് ചെയ്തിട്ടുമില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി. അടുത്ത രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. അതായത് ആദ്യം ഓയിൽ നിന്ന് പിയിലെത്തി, പിന്നീട് റിട്ടേൺ ചെയ്തു പിയിൽ നിന്നും ക്യൂയിലെത്തി. അപ്പൊ ഈ സമയത്ത് നമുക്ക് ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇന്റർവൽ. നോക്കിയേ, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇനിഷ്യൽ പൊസിഷൻ O ആണ്, ഫൈനൽ പൊസിഷൻ Q ആണ്. കാരണം ആദ്യം ഓയിൽ നിന്ന് പിയിലെത്തി, പിന്നീട് പിയിൽ നിന്ന് ക്യൂയിലെത്തി. അപ്പൊ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് Q ആണ്. അപ്പോൾ ഫൈനൽ പൊസിഷൻ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ആണല്ലേ നമ്മുടെ ഫോർമുല. അപ്പൊ x2 മൈനസ് x1 എന്ന് പറയുന്നത് ഇവിടെ 240 ആണ് ഫൈനൽ പൊസിഷൻ. 240 മൈനസ് ഇനിഷ്യൽ പൊസിഷൻ 0. ഈ ടൈം ഇന്റർവൽ ഇവിടെ T2 മൈനസ് T1 എന്നല്ല നമ്മൾ എടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക. ടൈം ഇന്റർവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓയിൽ നിന്ന് പി വരെ എത്താനെടുത്ത സമയം 18 സെക്കൻഡ്, പി മുതൽ ക്യൂ വരെ എത്താനെടുത്ത സമയം എന്ന് പറയുന്നത് 6 സെക്കൻഡ് എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് 18 + 6 ആണ്. അവിടെ തെറ്റിപ്പോകരുത്. ടൈം ഇന്റർവൽ നേരിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ്. O മുതൽ പി വരെ എത്താൻ എടുത്ത ടൈം 18 സെക്കൻഡ്, പിയിൽ നിന്ന് ക്യൂവിൽ എത്താൻ എടുത്ത ടൈം 6 സെക്കൻഡ്. അപ്പൊ ടോട്ടൽ ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് 18 + 6 ആണ്. അത് തെറ്റിപ്പോകരുത്. അപ്പം ആൻസർ എങ്ങനെ കിട്ടും? 240 ഡിവൈഡഡ് ബൈ 18 + 6 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. അപ്പൊ 10 m/s എന്ന് കിട്ടും. അപ്പൊ പ്ലസ് സൈൻ തന്നെയാണ്, 10 m/s എന്ന് നമുക്ക് അവിടെ കിട്ടും. ഇനി ആവറേജ് സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താണെന്നൊന്ന് ഓർത്തേ. ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ. ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ഇന്റർവൽ ആണ്. പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇന്റർവൽ. അപ്പോൾ ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? O മുതൽ പി വരെ എത്തി, പിന്നീട് പിയിൽ നിന്ന് ക്യൂവിലെത്തി. അപ്പോൾ O മുതൽ പി വരെ എന്ന് പറഞ്ഞാൽ 360 ആണ്. പിന്നീട് പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 360യിൽ നിന്നും 240 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? PQ. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്. OP + PQ ആണ്. OP + PQ. അപ്പോൾ OP എത്രയാണ്? 360. PQ എത്രയാണ്? 360 240 മൈനസ് ചെയ്യുമ്പോൾ 120. അപ്പോൾ OP + PQ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 360 + 120 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇന്റർവൽ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? O മുതൽ P വരെ 18, P മുതൽ Q വരെ 6. അപ്പോൾ 18 + 6. അപ്പോൾ 360 + 120 എത്രയാണ്? 360 + 120 480. 480 ഡിവൈഡഡ് ബൈ 18 + 6 എത്ര കിട്ടും? 24. അപ്പോൾ 480 ഡിവൈഡഡ് ബൈ 24 എത്ര കിട്ടും? 20 m/s എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയേ, ആവറേജ് വെലോസിറ്റി 10 m/s ആണ്, എന്നാൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 20 m/s ആണ്. ഹിയർ ഇൻ ദിസ് കേസ് ആവറേജ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് വെലോസിറ്റി. ഇവിടെ ആവറേജ് സ്പീഡാണ് കൂടുതൽ ആവറേജ് വെലോസിറ്റിയേക്കാൾ. എന്നാൽ ഇനി ചില കേസുകളിൽ നോക്കിയേ, ഇപ്പോൾ ഒരു കാറ് ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് പിയിലെത്തി, പിന്നീട് പിയിൽ നിന്നും ഓയിലെത്തി എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്, ആ സമയത്ത് ആവറേജ് വെലോസിറ്റിയും 0 ആണ്. എന്നാൽ ആ സമയത്ത് ആവറേജ് സ്പീഡ് 0 ആവുമോ? ഇല്ല, 0 ആവില്ല. അപ്പൊ ടൈം ഇന്റർവൽ നമുക്ക് അറിയാമെങ്കിൽ ആ സമയത്തുള്ള ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാവുന്നതാണ്. അതൊരിക്കലും 0 ആവില്ല. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിളുകളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ആവറേജ് വെലോസിറ്റി
Average speed is always greater than or equal to average velocity. Average velocity can be 0, but average speed cannot be 0 എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.